ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. 10 ദിവസം നീണ്ടുനിന്ന നാസയുടെ ആർടെമിസ് 2 ചാന്ദ്ര ദൌത്യം പൂർത്തിയാക്കി സംഘാംഗങ്ങൾ സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തി. പസഫിക് സമുദ്രത്തിൽ ഇന്ന് പുലർച്ചെയാണ് ഇവരെ വഹിച്ചുകൊണ്ടുള്ള പേടകം ഇറങ്ങിയത്. സാന്റിയാഗോ തീരത്ത് നിന്ന് USS ജോൺ പി മുർത്ത കപ്പൽ മാർഗം പേടകത്തിൽ നിന്നും അംഗങ്ങളെ തീരത്തെത്തിച്ച് വൈദ്യപരിശോധന നടത്തി. ചന്ദ്രന്റെ ഇതുവരെയും മനുഷ്യർ കാണാത്ത ഭാഗം, ഒരു പൂർണ്ണ സൂര്യഗ്രഹണം എന്നിവയ്ക്ക് യാത്രികരായ കമാൻഡർ റീഡ് വൈസ്മാൻ, പൈലറ്റ് വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോഹ്, കാനഡയുടെ ജെറമി ഹാൻസൺ എന്നിവർ സാക്ഷ്യം വഹിച്ചു. ഗഗൻയാൻ ദൌത്യത്തിന് മുന്നോടിയായുള്ള എയർ ഡ്രോപ്പ് ടെസ്റ്റ് IADT-2 വിജയകരമായി പൂർത്തിയാക്കി ISRO. ഗഗൻയാൻ ദൌത്യത്തിൽ ബഹിരാകാശ യാത്രികർ ഇരിക്കുന്ന ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷിതമായ വീണ്ടെടുക്കൽ ഉറപ്പാക്കാൻ ഈ സംവിധാനം അത്യാവശ്യമാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നടന്ന ആദ്യത്തെ IADT വിജയകരമായി പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് IADT-2 നടത്തിയത്. പരീക്ഷണം വിജയകരമായി നടത്തിയതിന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ISROയെ അഭിനന്ദിച്ചു. അടുത്ത വർഷം ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്ര നടത്താനാണ് ISRO ലക്ഷ്യമിടുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി അമേരിക്കയും ഇറാനും ഇന്ന് ഇസ്ലാമാബാദിൽ നേരിട്ട് ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനുമായി മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ US വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവും ഇസ്ലാമാബാദിലെത്തി. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി, ബാലിസ്റ്റിക് മിസൈൽ വികസനം, ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം എന്നിവ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷ. പശ്ചിമബംഗാളിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ആകെ സമർപ്പിച്ച 1525 പത്രികകളിൽ 1463 സ്വീകരിച്ചു. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 13. 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് 29 നടക്കും. ഈ മാസം 23 വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും ബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുമുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. കോട്ടയത്ത് സ്ട്രോങ് റൂം പരിസരത്ത് സുരക്ഷാസേന തോക്കു ചൂണ്ടിയെന്ന വാർത്ത വാസ്തവ വിരുദ്ധമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ. വൈക്കം നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന ബെസേലിയസ് കോളേജിലെ സ്ട്രോങ് റൂം പരിസരത്ത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ CAPF സുരക്ഷാ ഉദ്യോഗസ്ഥർ തോക്കു ചൂണ്ടിയെന്ന് മാധ്യമ വാർത്തകൾ വന്നിരുന്നു. മാധ്യമങ്ങളും പൊതുജനങ്ങളും അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജ്യത്ത് ആദ്യമായി തെരഞ്ഞെടുപ്പിൽ 100% വെബ്കാസ്റ്റിംഗ് വിജയകരമായി നടത്തി കണ്ണൂർ ജില്ല. സമാധാനപരവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിൽ ക്യാമറകൾ ഏറെ നിർണായകമായി. വാർ റൂം മാതൃകയിലായിരുന്നു വ്യാഴാഴ്ച ജില്ലാ കളക്ടറേറ്റിലെ വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂം സജ്ജമാക്കിയത്. ജില്ലയിലെ 2183 പോളിംഗ് സ്റ്റേഷനുകളിൽ സ്ഥാപിച്ച 4366 ക്യാമറ ദൃശ്യങ്ങളിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷിച്ചത്. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യ 6.9% വളർച്ച കൈവരിക്കുമെന്ന് ഏഷ്യൻ വികസന ബാങ്ക്. ശക്തമായ ആഭ്യന്തര ചോദനം, ലളിതമായ പണലഭ്യത, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള കുറഞ്ഞ US തീരുവ എന്നിവ ഇതിന് സഹായിക്കുമെന്ന് ADB വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ 2026-2027 വർഷങ്ങളിൽ ഏഷ്യ പസഫിക് മേഖലയുടെ സാമ്പത്തിക വളർച്ച 5.1% കുറയുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ 2 ദിവസത്തെ മൗറീഷ്യസ് സന്ദർശനം ഇന്നലെ സമാപിച്ചു. ആരോഗ്യം, ശേഷി വർദ്ധിപ്പിക്കൽ, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളിൽ മികച്ച ഗുണം കൈവരിക്കാൻ സന്ദർശനത്തിലൂടെ സാധിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കരസേനയിലെ അഗ്നിവീർ, ജനറൽ ഡ്യൂട്ടി ആൻഡ് ട്രേഡ്സ്മാൻ 10ാം ക്ലാസ് വിഭാഗങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള അഗ്നിവീർ റിക്രൂട്ട്മെന്റ് റാലി മൈസൂരുവിലെ ചാമുണ്ഡി വിഹാർ സ്റ്റേഡിയത്തിൽ ഈ മാസം 19 മുതൽ 26 വരെ സംഘടിപ്പിക്കും. ബാംഗ്ലൂർ റിക്രൂട്ടിംഗ് ആസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന റാലിയിൽ കേരളം, ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. കഴിഞ്ഞ വർഷം ജൂൺ 30 മുതൽ ജൂലൈ 10 വരെ നടത്തിയ ഓൺലൈൻ പൊതുപ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ അവസരം. മേട വിഷു പൂജകൾക്കായി നട തുറന്ന ശബരിമല സന്നിധാനത്ത് ഇന്നു മുതൽ നട അടയ്ക്കുന്ന 18 വരെ വിശേഷാൽ പൂജകൾ നടക്കും. കേരളത്തിൽ ഉയർന്ന അന്തരീക്ഷ താപനിലയെ തുടർന്ന് വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി വരെയും കൊല്ലം ജില്ലയിൽ 38 ഡിഗ്രി വരെയും പകൽ താപനില ഉയരും. അതേസമയം വേനൽ ചൂടിന് ആശ്വാസമായി ചിലയിടങ്ങളിൽ മഴയെത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വൈകുന്നേരം 3:30 രാത്രി 7:30 മത്സരങ്ങൾ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.